നീ ആരെയാ ഫോൺ ചെയ്യുന്നേ? അമ്മേ, ഞാൻ വർഷയെ പലതവണ ട്രൈ ചെയ്തിട്ടും അവളെ കിട്ടുന്നില്ല. വർഷയ്ക്ക് കോളൊന്നും പോകുന്നില്ലല്ലോ. അവിടെ ചിലപ്പോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും മോളെ. എങ്കിൽ ശ്യാമിനെ വിളിക്കാം. ശ്യാമ വർഷയെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കട്ടെ. അതൊന്നും വേണ്ട മോളെ. ശ്യാമിനെ വിളിച്ച് ശല്യം ചെയ്യണ്ട. അശോകേട്ടൻ നീ വിളിക്കുന്നു എന്നറിഞ്ഞാലേ അത് മതി വല്ലതും വിളിച്ചു പറയാൻ. ചേട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാലും വർഷ എന്താ ഫോൺ എടുക്കാത്തെ? അതൊന്നും അറിഞ്ഞാൽ നല്ലതായിരുന്നു. ഇപ്പൊ തന്നെ രാത്രി ഒരുപാടായില്ലേ മോളെ. അവൾ ഉറങ്ങിക്കാണും. ഇനിയിപ്പോ ഇന്ന് വിളിക്കാൻ നിൽക്കണ്ട, നാളെ വിളിക്കാം. ദേമോള് സുചിത്രയുടെ മുറിയിലുണ്ട്. നീ മോളെ വിളിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വർഷയ്ക്ക് ഇത് എന്താ പറ്റിയത്? ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. എന്തോ കുഴപ്പമുണ്ട്. പന്തനേച്ചിയാണല്ലോ. ഹലോ ചേച്ചി. ശ്യാമേ, സുഖാണോ നിനക്ക്? സുഖാണ് ചേച്ചി. വർഷയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മയും വിളിച്ചു, എടുത്തില്ല. എല്ലാവരും ആകെ ടെൻഷനില്ല. വർഷ കോളേജിൽ വരുന്നുണ്ടല്ലോ അല്ലേ? വർഷ കുറച്ച് നാളായി കോളേജിലേക്ക് വന്നിട്ട്. തൽക്കാലം ആ കാര്യം കൂടി ചേച്ചിയോട് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ട. ഹലോ ഹലോ ശ്യാമേ, നീ എന്താ പറയുന്നത്? കേൾക്കുന്നില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട് ചേച്ചി. ചേച്ചി പറഞ്ഞോ. നീ വർഷയെ കോളേജിൽ വെച്ച് കാണില്ലേ? അപ്പോ അമ്മയൊന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. മറക്കാതെ പറയണേ. പറയാൻ ചേച്ചി. ഞാൻ വർഷയെ കൊണ്ട് അമ്മയെ വിളിപ്പിക്കാം. അതുപോലെ. ശരി. ശരി ചേച്ചി. വിക്രമിന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. പലപ്പോഴും പല സ്വഭാവ. നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. വീട്ടിലേക്ക് വരാറില്ലേ? വന്നിട്ട് കുറെ നാളായി. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോടുള്ള ദേഷ്യം മാറിക്കാണില്ല അല്ലേ? അത് പഴയ വൈരാഗ്യത്തിന്റെ കഥയല്ലേ? ചന്ദ്രികമായി മാധവൻ എന്ന കാമുകനോടെ നാട് വിട്ടപ്പോൾ മുതലുള്ള പ്രതികാരം. അത് ഇത്രയും നാളായിട്ടും കെട്ടടങ്ങിയില്ലെന്ന് വെച്ചാ കഷ്ടം തന്നെയാ. പഴയ രാജകുടുംബം അല്ലേ ചേച്ചി, പ്രതികാരം മറക്കില്ല. ചേച്ചി സമാധാനമായിട്ട് ഫോൺ വെച്ചോ. വർഷയെ കൊണ്ട് ചേച്ചിയും അമ്മയും വിളിപ്പിക്കുന്ന കാര്യം ഈ ശ്യാമേറ്റു. ശരി. ശരി. മാനത്തെ കൊട്ടാരം